ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോടൊരു സിമ്പിൾ ആൻഡ് പവർഫുള്ളായ ഒരു ചോദ്യം ചോദിക്കാനാണ് പോകുന്നത് കേട്ടോ. നിങ്ങളുടെ പേര് നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ജോലി, പണം, സ്ഥാനമാനം എല്ലാം ഇല്ലാണ്ടായാൽ നിങ്ങൾ ആരാണ്? ഭയപ്പെടണ്ട, ഇതൊരു പരീക്ഷ ചോദ്യമൊന്നുമല്ല കേട്ടോ. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ സ്വയം ചോദിക്കേണ്ട ഏറ്റവും മനോഹരമായ ചോദ്യമാണ്, ഞാൻ എന്ന വ്യക്തി ആരാണ്? ഇന്ന് കുറച്ച് സമയം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെട്ടു നോക്കാം. കാരണം ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മളോടൊപ്പമാണ്. പക്ഷേ പലപ്പോഴും ഏറ്റവും കുറച്ച് അറിയുന്നതും നമ്മളെ തന്നെയാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഞാനൊരു വീട്ടമ്മയാണ്, ഞാനൊരു ജീവനക്കാരനാണ്. ഇതെല്ലാം നമ്മൾ പറയുന്ന ഉത്തരങ്ങളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളാണോ? ഇവ വെറും റോളുകളാണ്. ഒരു നടൻ സിനിമയിൽ പോലീസ് വേഷം ചെയ്താൽ സിനിമ കഴിഞ്ഞാലും അയാൾ പോലീസാവുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ പല വേഷങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആ വേഷങ്ങൾക്ക് പിന്നിൽ ഒരു യഥാർത്ഥ ഞാനുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും ആ വേഷങ്ങൾ തന്നെയാണ് സ്വന്തം വ്യക്തിത്വമെന്ന് കരുതുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് തികച്ചും യാദൃശ്ചികമാണെന്ന്? നോ. ഇതിനു പിന്നിൽ വെൽ പ്ലാൻഡായ ഒരു ബ്രെയിൻ ഉണ്ട്. ഈ മഹാപ്രപഞ്ചത്തിലെ വളരെ ചെറിയ ഒരു കണികയാണ് ഞാൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുക്കുമ്പോൾ ആ കടലിൻ്റെ മുഴുവൻ സ്വഭാവം ആ തുള്ളി വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നു. അതായത് ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും അന്തസത്ത നമ്മൾ ഓരോരുത്തരിലും അടങ്ങിയിരിക്കുന്നുവെന്ന്. അത്രയ്ക്കും അപാര ശക്തിയുള്ള ആത്മാക്കളാണ് നാം ഓരോരുത്തരും. നിർഭാഗ്യവശാൽ നമ്മളിതൊന്നും അറിയുന്നില്ല എന്നതാണ് സത്യം. ഇനി നോക്കാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ സ്വതന്ത്രനാണ്. അവൻ ഇഷ്ടമുള്ളപ്പോൾ ചിരിക്കുന്നു, കരയുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ വളരുമ്പോൾ സമൂഹം അവനോട് പറയുന്നു, ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ സംസാരിക്കരുത്, മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നൊക്കെ. അങ്ങനെ പതിയെ പതിയെ നമ്മൾ യഥാർത്ഥ വ്യക്തിത്വത്തിന് മുകളിൽ പല മുഖമുടികൾ ധരിക്കുന്നു. സൈക്കോളജിയിൽ ഇതിനെ സോഷ്യൽ മാസ്ക് എന്ന് വിളിക്കുന്നു. അവസാനം ഒരു ദിവസം കണ്ണാടി നോക്കുമ്പോൾ പോലും നമ്മൾ നമ്മളെ തിരിച്ചറിയാതെ പോകുന്നു. ഇനി സൈക്കോളജി പറയുന്ന ഈ 3 ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആരാണ്? ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ യഥാർത്ഥ ഇഷ്ടങ്ങൾ എന്താണ്? അവിടെയാണ് യഥാർത്ഥ വ്യക്തിത്വത്തിൻ്റെ സൂചനകൾ. ഇനി രണ്ടാമതായിട്ട്, എന്താണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ്. പണമാണോ? പ്രശസ്തിയാണോ? പിന്നെ എൻ്റെ ഹൃദയം നിറയ്ക്കുന്ന ആ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുസ്തകം വായിക്കലാണോ? പാട്ട് കേൾക്കലാണോ? ഇനി മറ്റുള്ളവരെ സഹായിക്കലാണോ? ഇതാണ് നിങ്ങളുടെ ആത്മാവിൻ്റെ ഭാഷ. ഇനി മൂന്നാമത്, ഞാൻ എന്തിനെയാണ് ഭയപ്പെടുന്നത്? പരാജയപ്പെടുമോ എന്നുള്ള ഭയമാണോ? ഒറ്റപ്പെടുമോ എന്നുള്ള ഭയമാണോ? നിഷേധിക്കപ്പെടുമോ എന്നുള്ള ഭയമാണോ? ഈ ഭയങ്ങളുടെ പിന്നിൽ ശരിക്കും നിങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വികാരങ്ങളും കഴിവുകളും ആഗ്രഹങ്ങളും കണ്ടെത്താൻ നമുക്ക് നമ്മെ സ്വയം കേൾക്കാൻ പഠിക്കണം. ദിവസവും 10 മിനിറ്റ് ശാന്തമായിരുന്ന് സ്വയം ചോദിക്കുക, ഇന്ന് ഞാൻ യഥാർത്ഥത്തിൽ എങ്ങനെ അനുഭവപ്പെടുന്നു? നിങ്ങൾ അന്വേഷിക്കുന്ന സമാധാനവും സന്തോഷവും വിജയവും ഒന്നും പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടെത്താനുള്ള യാത്ര ഇന്ന് തന്നെ തുടങ്ങുക. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററി ബർമുഡ ട്രയാങ്കിളോ ബഹിരാകാശമോ ഒന്നോ അല്ല കേട്ടോ. അത് നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ദിസ് ഇസ് സമീറ. യു ആർ വാച്ചിങ് മൈൻഡ് മിറർ വിത്ത് സമീറ. താങ്ക് യു.